കലോത്സവത്തിൽ ആയോധനകലയ്ക്ക് എന്താണ് പ്രാധാന്യം? അതാണ് ഇന്നലെ ഇങ്ങനെ കാണുമായിരുന്നു. കളരി കുട്ടികൾ വെറുതെ അഭിനയിക്കല്ല, കളരി അഭ്യാസമാണ്. അപ്പൊ ആയോധനകലയ്ക്ക് എന്താണ് കാര്യം എന്നുള്ളൊരു ചോദ്യം എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ്. അപ്പൊ സിനിമയ്ക്ക് വേണ്ടിയുള്ള അഭിനേതാക്കളുടെ തയ്യാറെടുപ്പിനെ വെല്ലുന്ന വിധം കലോത്സവത്തിലെ നാടകത്തിനെത്തിയ കുട്ടികൾ തയ്യാറെടുത്തു. അത്രയും ഭംഗിയായി അവർ അവതരിപ്പിക്കുകയും ചെയ്തു. മലപ്പുറം കുളത്തൂരിലെ കുട്ടികളെ പറയുന്നത് അവർ ഈ കഥാപാത്രങ്ങളാവാൻ വേണ്ടി ഈ സംഭവം പഠിച്ച് അവരങ്ങ് ജീവിച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവരുടെ ശരീരത്തിലൊക്കെ മുറിവുകളും ഒക്കെയാണ്. അപ്പൊ അതിലേക്കൊന്ന് പോവാല്ലേ റിപ്പോർട്ടിലേക്ക്. കർട്ടൻ വീണു. അനാമികയും സിയാൻ ഫൈസലും തളർന്നിരുന്നു. ശ്രീലക്ഷ്മി ശരീരവേദനയാൽ കരഞ്ഞു. ഒരു നാടകത്തിനായി ഈ കുട്ടികൾ അനുഭവിച്ച ത്യാഗത്തിന് 100 മാർക്ക്. ഞങ്ങൾ എങ്ങനെയായാലും രാത്രി 12 മണി വരെയും കുറേ നേരമായിട്ട് ഞങ്ങൾ ക്ലാസ് മിസ് ചെയ്തിട്ടും ഒക്കെ ആകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുമ്പോൾ ഒന്നും അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ പാട്ടിനനുസരിച്ച് അത് നമ്മളുടെ ആളാണ്, അല്ലെങ്കിൽ നമ്മൾ ആ കാട്ടിലാണ് ജീവിക്കണതെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അങ്ങനെ ട്രൈ ചെയ്താകുമ്പോൾ നമുക്കത് തോന്നും. പിന്നെ പരിക്ക് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത് നമുക്ക് ഇതാവും, നമ്മൾ മേലാകെ പരിശീലിച്ചിട്ടും കാര്യങ്ങളായിട്ടും നമുക്ക് എക്സസൈസ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ ഇത് ഇന്നലെ ഒന്ന് പറ്റിയപ്പോൾ ഒരു വേദന ഉണ്ടായിരുന്നല്ലോ. ഇത് ഫുൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നാടകമാണ്. അപ്പോൾ അതിനോട് തന്നെ കളരിയാണ് മെയിനായിട്ട് ഇതിൻ്റെ. ഇപ്പോൾ നിങ്ങൾ നാടകം കണ്ടവർക്ക് അറിയാം, ഫുള്ള് കളരി ഫൈറ്റും കാര്യങ്ങളും അടവ് പഠിപ്പിച്ചു കൊടുക്കലും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഒരു 2 മാസത്തോളം കളരി പഠിച്ചാണ് എല്ലാവരും. ഞാനും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കളരി പഠിക്കാൻ പോയിരുന്നത്. ഇതിനായിട്ട് 2 മാസത്തോളം കുറേ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഒക്കെ റിക്കവർ ചെയ്തെടുത്ത് ഒരുപാട്. ഇത് മലപ്പുറം കൊളത്തൂർ NHSS സ്കൂളിന്റെ നാടകം ഇരവി. 16-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള വയനാട്ടിലെ വേടരാജ്യമാണ് വേദിയിൽ. കോട്ടയം കുറുമ്പ്രനാട് രാജാക്കന്മാരുടെ ചുരം കയറിയുള്ള അധിനിവേശത്തിനെതിരായ പ്രതിരോധം പ്രമേയം. കുട്ടികളുടെ കായികക്ഷമതയുടെ ആഴം പ്രകടമാക്കുന്നതായിരുന്നു നാടകത്തിന്റെ പല ഭാഗങ്ങളും. ഹരിലാൽ ബത്തേരി എഴുതി ഷിഗിൽ ഗൗരി സംവിധാനം ചെയ്തതാണ് നാടകം. കലോത്സവത്തിലെത്തിയത് അപ്പീലിലൂടെയെങ്കിലും ആരവങ്ങളോടെയായിരുന്നു നാടകത്തിന്റെ അവസാനം. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.